നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത്. ഇപ്പോൾ അതേ സ്വിറ്റ്സർലൻഡിൽ വെച്ച് തന്നെ സമാധാന ഉടമ്പടിക്ക് ശേഷമുള്ള തുടർ ചർച്ചകൾ നടക്കുകയാണ്. തുടർ ചർച്ചകൾക്കായി ഇറാൻ സംഘവും അമേരിക്കൻ സംഘവും ജനീവയിലുണ്ട്. അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. ഈ ഘട്ടത്തിൽ ഈ സമാധാന ഉടമ്പടിക്കും ചർച്ചകൾക്കും ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളും പാകിസ്ഥാനും. പാകിസ്ഥാനാണ് യഥാർത്ഥത്തിൽ ആദ്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനായി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുമാണ് പാകിസ്ഥാൻ അത്തരത്തിലൊരു മധ്യസ്ഥ ശ്രമത്തിന് താൽപ്പര്യം കാണിച്ചത്. എന്നാൽ ആദ്യമൊക്കെ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമത്തിന് ഒരു വിജയവും ഉണ്ടായില്ല. ഇരുപക്ഷത്തെയും മേശയ്ക്ക് മുന്നിൽ ഇരുത്തി നടത്തിയ ആദ്യവട്ട ചർച്ചകൾ സമ്പൂർണമായ പരാജയമായി മാറി. രണ്ടാം ഘട്ട ചർച്ചകൾ പാകിസ്ഥാനിൽ ഒരുക്കിയിരുന്നെങ്കിലും ഇറാന്റെ പ്രതിനിധി സംഘമോ അമേരിക്കയുടെ പ്രതിനിധി സംഘമോ പാകിസ്ഥാനിൽ എത്തിയില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിലപാടുകൾ അത് പരസ്പര വിരുദ്ധമായി തുടർന്നു. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും വന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടുകൂടി ഈ ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ അമേരിക്കയുമായി ചർച്ച ചെയ്യുകയുള്ളൂ എന്ന ഇറാൻ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ ഇറാൻ സംഘം വന്നില്ലെങ്കിൽ ഞങ്ങളും ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് അമേരിക്കയും നിലപാടെടുത്തു. എങ്കിൽ പോലും ഇറാൻ സംഘം അമേരിക്കൻ മധ്യസ്ഥ സംഘം വഴി അമേരിക്കയെ പലതവണ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കയോ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാനോ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമത്തിൽ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമം പാടെ പാളുകയാണ് ചെയ്തത്. തൊട്ടുപിന്നാലെ അമേരിക്കൻ ഇന്റലിജൻസിന് പാകിസ്ഥാൻ ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരുന്നു എന്ന വിവരം ലഭിക്കുന്നു. അതായത് അമേരിക്കൻ സൈന്യം ഇറാന്റെ വ്യോമസേന വിമാനങ്ങളെയെല്ലാം തച്ച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി ഇറാന്റെ പ്രധാനപ്പെട്ട ചില യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുകയും പാകിസ്ഥാൻ സേനാ താവളങ്ങളിൽ ഈ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയുമായിരുന്നു എന്ന വിവരങ്ങൾ അമേരിക്കൻ സംഘത്തിന് കിട്ടി. തുടർന്ന് അമേരിക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ഒരേ സമയം അമേരിക്കയെ ചതിക്കുകയും ചെയ്ത പാകിസ്ഥാനെ അമേരിക്ക നല്ലവണ്ണം മനസ്സിലാക്കി. അതിനുശേഷം മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും പാകിസ്ഥാനെ അമേരിക്ക പതിയെ ഒഴിവാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഖത്തറായിരുന്നു. ഖത്തറിനെ പോലെ കുവൈറ്റിനെ പോലെയുള്ള UAE പോലെയുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന സമാധാന ഉടമ്പടിക്ക് പിന്നിൽ. ദീർഘകാലമായി അവർ സമാധാന ഉടമ്പടിയുമായി ഇരു വശങ്ങളുമായും സംസാരിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കാൻ കഴിഞ്ഞത് ഖത്തറിനാണ്. ഖത്തറിനെ പോലെ UAEക്കും കുവൈറ്റിനുമെല്ലാം ഈ സമാധാന ഉടമ്പടിയിലേക്ക് പങ്കുണ്ട്. എന്നാൽ സമാധാന ഉടമ്പടി വിജയിച്ചതോടുകൂടി പാകിസ്ഥാനും ചിത്രത്തിലേക്ക് വരികയാണ്. അതായത് തങ്ങൾ കൂടി ഈ സമാധാന ശ്രമത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നു. സത്യത്തിൽ പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഈ സമാധാന ഉടമ്പടിയുടെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ മത്സരിക്കുകയാണ്. എന്തായാലും സമാധാന ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന തർക്കം പുറത്ത് നടക്കുന്നത് ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി. പാകിസ്ഥാനാണ് ഈ ഒരു അവകാശവാദവുമായി മുന്നോട്ടുള്ളത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ സർക്കാർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ ഇപ്പോൾ പുകഴ്ത്തുകയാണ്. പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ അമേരിക്ക എടുത്തു പറഞ്ഞു പ്രശംസിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല ഇപ്പോൾ ജനീവയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായും ഇപ്പോൾ ഈ JD വാൻസും സംഘവും പാകിസ്ഥാനെ സമാധാന ചർച്ചകൾ വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പാക് മാധ്യമങ്ങളും പാക് സർക്കാരും സമാധാന ചർച്ചകളിൽ തങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് എടുത്തു പറഞ്ഞ് പുകഴ്ത്തുകയാണ്. പക്ഷേ പാകിസ്ഥാനെ എതിർക്കുന്ന ഒരു വിഭാഗം രാജ്യങ്ങൾ ഇതിൽ പാകിസ്ഥാന് എന്ത് റോളാണുള്ളത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ നിങ്ങൾക്കായി എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാത്തത്? ഈ ചോദ്യങ്ങൾ പാകിസ്ഥാനെ ഉത്തരം മുട്ടിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഇന്ത്യയുമായി പാകിസ്ഥാന് പ്രശ്നങ്ങളുണ്ട്.
പഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതീവ തീവ്രമായി മോശമാവുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ കണ്ടെത്തിയതോടുകൂടി ഇന്ത്യ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഭാഗമായി നടത്തിയ സൈനിക തിരിച്ചടിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ കനത്ത നാശനഷ്ടമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിൽ മുട്ടുമടക്കിയത് പാകിസ്ഥാനായിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകളെല്ലാം നിലനിൽക്കെ പാകിസ്ഥാൻ ഇപ്പോഴും ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നതായി ഇന്ത്യക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രകോപനങ്ങളുമായി ഇനിയും വന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല അതിനപ്പുറത്തെ സൈനിക നടപടി ഉണ്ടാകുമെന്നും പാകിസ്ഥാനെ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം മോശമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ നദീജല കരാറുകൾ റദ്ദാക്കിയിരുന്നു. ഈ നദീജലം ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജലസേചനത്തിൻ്റെ 80% നടക്കുന്നത്. ഈ വെള്ളത്തെ ആശ്രയിച്ച് നടക്കുന്ന കൃഷിയെ ദോഷകരമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം നൽകണം, ഇന്ത്യ അതിനനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകും എന്നാണ്. മാത്രമല്ല അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാന് പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കാരണം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ് എന്നാരോപിച്ചുകൊണ്ട് പലതവണ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തി. ഇപ്പോൾ അത്തരം വ്യോമാക്രമണങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനും തിരിച്ചടി നൽകുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിവുള്ള സമാധാന രാഷ്ട്രമാണ് പാകിസ്ഥാനെങ്കിൽ എന്തുകൊണ്ട് ചുരുങ്ങിയ പക്ഷം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പാകിസ്ഥാൻ പറഞ്ഞു തീർക്കുന്നില്ല? ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞു തീർക്കാത്തത്? ഈ രംഗത്തെ വിദഗ്ധർ പാകിസ്ഥാനെ ഉപദേശിക്കുന്നതും അതുതന്നെയാണ്. വെല്ലുവിളികളും മറ്റും അവസാനിപ്പിച്ച് ഇന്ത്യയെ ചർച്ചയ്ക്ക് ക്ഷണിക്കണം. വെല്ലുവിളികൾ അവസാനിപ്പിച്ച് ഇന്ത്യയെ സമാധാനത്തിൻ്റെ കരങ്ങൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടണം ഇന്ത്യക്ക് മുന്നിൽ. എന്നാൽ മാത്രമേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മിനിമം സഹകരണം സാധ്യമാവുകയുള്ളൂ. പാകിസ്ഥാൻ്റെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കണമെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ കനിഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു സഹകരണ ഹസ്തം നീട്ടുകയാണ് വേണ്ടത് എന്ന് പാകിസ്ഥാനിലെ തന്നെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ലോകവേദിയിൽ നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടപ്പോഴാണ് ആ സമാധാന അന്തരീക്ഷം നിലവിൽ വന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നർത്ഥമില്ല. ഇപ്പോഴും രണ്ടു രാജ്യങ്ങളും കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലാണ്. ചർച്ചകൾ വിജയിക്കുമോ എന്ന് ഇപ്പോഴും സംശയമാണ്. പക്ഷേ എങ്കിലും നിലവിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് ഇരുന്നത് വലിയ നേട്ടമാണ്. ആ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യമാണ് ഇപ്പോൾ പാകിസ്ഥാനും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്.